പിന്നെ അഞ്ജലി പെട്ടെന്നൊരു ചലഞ്ച് വന്നാല് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇവിടുന്ന് എനിക്ക് ഓടാന്ന് പറയുന്നത് ഇവിടെ വരെ മാത്രം നല്ല ഡ്രസ് ഉള്ളു, ഇവിടെ തൊട്ട് ഇവിടെ വരെ വീട്ടിൽ ഡ്രസ്സാണ്. ഞങ്ങളും നമുക്ക് എനിക്കുമ്പോ കയ്യിലുണ്ടൊക്കെ. അതെ, ഞാനൊരു പ്രാവശ്യം ലുങ്കിയൊക്കെ എടുത്താണ്ടായിരുന്നു എപ്പിസോഡ്. പക്ഷെ ഇതൊന്നും കാണൂലേ എപ്പിസോഡില്, മീറ്റിംഗ് പോലെ. ഞാനാവുന്നല്ല വിചാരിച്ചത്. ലൈക്ക് അഞ്ജലി ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതാണ്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് സ്പോണ്ടേനിറ്റി. അപ്പം ഐ വാസ് തിങ്കിങ്, എനിക്ക് പെട്ടെന്ന് മനസ്സിക്ക് വന്നാണ് ടൈപ്സ് ഓഫ് റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റെഡ് ഫ്ലാഗ് ബോയ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ടോപ്പിക്കില് പെട്ടെന്ന് അഞ്ജലിനോട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒരു 2 minutes പറയാൻ പറഞ്ഞാൽ അഞ്ജലി എങ്ങനെ അത് ഏറ്റെടുക്കും? ഞങ്ങക്ക് പോയിന്റ്സ് അല്ല വേണ്ടേ, ഞങ്ങക്ക് നർമ്മത്തിലൂടെ കലർത്തിയ ഫാക്ട്സ്. നർമ്മത്തിലൂടെ ഇങ്ങനെ കലർത്തിയ എനിക്ക് അങ്ങനെ നിങ്ങളിപ്പോ വിചാരിക്കുന്ന അത്ര സ്പോണ്ടേനിറ്റി ഒന്നും എനിക്കില്ല. അത്ര ടാലന്റ് ഇല്ല, ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങള് പറയാ അഞ്ജലിയാണ്. അല്ല, ഞാൻ ജസ്റ്റ് എടാ ഞാനേ റെഡ് ഫ്ലാഗ് ആണ്. എന്ത് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ റെഡ് ഫ്ലാഗ് ഇട്ടത് മോശമല്ലേ? എങ്ങനെയാണ് അഞ്ജലി റെഡ് ഫ്ലാഗ് ഡിസ്ക്രൈബ് ചെയ്തോ? ഹൗ ആർ യു? എന്റെ മോനെ, ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അടിപൊളിയാണ്, പക്ഷെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ഞാൻ വെറും മൂശാട്ടയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അറ്റൻഷൻ വേണം. അറ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ലൈക്ക് ഐ ആം ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. അപ്പൊ മറ്റേ പേഴ്സൺ എപ്പോഴും എന്റെ കാര്യം കേൾക്കാൻ വേണ്ടി അടിക്കണം. ഓ എനിക്കത് സംഭവിച്ചു, എനിക്കിത് സംഭവിച്ചു, എനിക്കിങ്ങനെ, എനിക്കെങ്ങനെ, എനിക്ക് അതാ ഇതാന്നിങ്ങനെ അതിങ്ങനെ. ആ അതെ അതെ, അത് എനിക്കിങ്ങനെ ഒത്തിരി പറയാനുണ്ടാവും എപ്പോഴും. അപ്പൊ ഞാൻ മറ്റേ ആളുടെ വലിയ കാര്യത്തിൽ കേൾക്കത്തൊന്നുമില്ല. അത് പറഞ്ഞ ഞാൻ പറയുന്ന ആർക്ക് കേൾക്കണം? താൻ ഏതാ? താനാ കണ്ണാടി നോക്കി പറയണോ? അത് എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെക്കന്മാർ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എന്താ വെച്ചപ്പോ നല്ല കാര്യമാണെങ്കിൽ എടി നീ അത് ചെയ്യേ, ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഞാനിങ്ങനെ എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വളർന്നു വന്നപ്പോ എനിക്ക് എന്താ ഞാൻ ഈ ഒരു ചെക്കൻ പറഞ്ഞാലും ജീവിതത്തിൽ കേൾക്കില്ല, നല്ലതാണെങ്കിൽ ഞാൻ കേൾക്കത്തില്ല എന്നുള്ള രീതി. No man tells me what to do, ല്ലേ? അതിപ്പോ പക്ഷെ ഒരു പെങ്കൊച്ചാന്ന് പറഞ്ഞു ഞാൻ വലിപ്പത്തിനോ ഓടോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പക്ഷെ ചെക്കന്ന് പറഞ്ഞു ആന്ന് പറയൂ എന്ന് ഞാൻ കേൾക്കില്ല. പെൺകുട്ടികളാണെങ്കിൽ ആടാ, ചെക്കന്മാരാണ് ആടാ. എന്നിട്ട് ഞാൻ മണ്ടത്തരം കാണിക്കിട്ട് തിരിച്ചു വന്നിട്ട് ഇവര് പറയുന്നതിനെ കേൾക്കുകയും ചെയ്യും കേട്ടോ. അത് വേറെ കാര്യം. എനിക്കൊരു വട്ടം ചെയ്യണം, എന്റെ ഇഷ്ടത്തിന് ചെയ്യണം, എന്നാലേ ഞാൻ കൊണ്ടേ പഠിക്കൂ. പിന്നെന്താ റെഡ് ഫ്ലാഗ് എന്ന് പറയാൻ, പിന്നെന്താ വെച്ചാൽ എനിക്ക് ഫുൾ ടൈം ഒറ്റയ്ക്ക് ഇരിക്കണം. മനസ്സിലായോ? അപ്പൊ അറ്റൻഷൻ ഭയങ്കരമായിട്ട് വേണമാണോ എന്നോ ഒറ്റയ്ക്ക് ഇരിക്കും വേണം? അറ്റൻഷൻ ഉള്ള സമയത്ത് എനിക്ക് കുറെ അറ്റൻഷൻ വേണം. പക്ഷെ എനിക്ക് കുറെ സ്പേസ് വേണം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പേഴ്സണാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ഫുഡ് നോക്കുക, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് ഫുഡ് മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതിനിടയ്ക്ക് എന്നെ ഇപ്പൊ വാ പുറത്ത് പോവാന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ മൂഡ് വരണം. എനിക്ക് ബോറടിക്കണം. അങ്ങനെ ബോറടിക്കുമ്പോൾ ഞാൻ പുറത്ത് പോകത്തുള്ളൂ. ബോറടിക്കണം. എനിക്ക് എന്റെ ജീവിതം മടുത്തു ബോറടിച്ച് ഇനി വേറെ മനുഷ്യനെ കാണാം എന്ന് എനിക്ക് തോന്നുമ്പോ മാത്രമേ ഞാൻ പുറത്ത് പോകത്തുള്ളൂ. അതൊരു വലിയ റെഡ് ഫ്ലാഗ്. റിലേഷൻഷിപ്പിൽ അങ്ങനെ ആവാൻ പാടില്ല. ശരി, വലിയ റെഡ് ഫ്ലാഗാ. ഞങ്ങൾ ഡിനൈ ചെയ്യുന്നില്ല അതൊന്നും. സെൽഫ് അവയർനെസ് 100. സംഭവം ശരിയാണ്. പിന്നെന്താ, പിന്നെ ഫോൺ വിളിച്ചാ കട്ട് ചെയ്യാ, ഫോൺ വിളിച്ച ഫോൺ എടുക്കാതിരിക്കുക, ഫോൺ വിളിച്ച കട്ട് ചെയ്തിട്ട് കുറുമ്പുകൾ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല റിലേഷൻഷിപ്പിലാവാൻ. അഞ്ജലി എന്റെ ഒരു ടൈമില് തെൻവീർ ഇല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തെൻവീർ വിചാരിച്ചിരുന്നു അഞ്ജലി ഞാനും ഡേറ്റിംഗ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് അഞ്ജലി എന്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു, ഹാപ്പി ബർത്ത്ഡേ സയാൻ, ഐ ഹോപ്പ് യു കം ആൻഡ് എന്തോ നിന്റെ മസ്റ്റാങ് ആയിട്ട് വന്നിട്ട് എന്നെ കൂട്ടി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ അഞ്ജലി ആയിട്ട് എന്റെ മ്യൂച്വൽ ഒരാളും ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ ഈ തെൻവീർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തെൻവീർ എന്നിട്ട് ഈ സ്റ്റോറി നേരെ നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഇതാരാ
ഞാൻ പറഞ്ഞു ഒരു ഫ്രണ്ടാണ്, പോഡ്കാസ്റ്റിലൂടെ ഉള്ള ബന്ധാണ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊന്നും അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റോറി ഇടോ. ഞാൻ പറഞ്ഞു അവിടെ പ്രകൃതം എങ്ങനെയാ അവിടെ തെൻവീർ ഇതൊന്നുമല്ല. അല്ല ഞാൻ അതൊക്കെ പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ സ്റ്റോറി ഇടായിരുന്നു. ഇപ്പൊ സ്റ്റോറിയേ ഇടാറില്ല ആൾക്കാരുടെ ബർത്ത്ഡേക്ക്. ആകെ 1-2 ബർത്ത്ഡേക്ക് മാത്രം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിടും. എന്തറിയോ, കഴിഞ്ഞ വർഷം 1-2 വട്ടം ഞാൻ അതുപോലെ സ്റ്റോറി ഇട്ടിട്ട് എന്റെ ഫോളോവേഴ്സിൽ കുറെ വേണ്ടാത്ത കുറെ അലവലാതെ ഫോളോവേഴ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയാ, ഈ മറ്റേ എന്താ പറയാ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ അലമ്പാക്കുന്ന കുറെ ടീംസ് ഇല്ലേ, അതുണ്ട്. ഇവര് കുറെ പേര് പോയിട്ട് ഇവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് അലമ്പാക്കും. പാവം കൊച്ചൊന്നും പറയല്ലേ, അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് അലമ്പാക്കും. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇനി ഞാൻ കാരണം ആളല്ലോ അങ്ങനെ സംഭവം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുള്ളൂ. കാരണം ഇപ്പൊ എന്റെ അനിയത്തിന്റെ അവർക്കൊക്കെ എന്തിനും പറ്റുള്ള കുഴപ്പമില്ലല്ലോ, പറഞ്ഞങ്ങ് മനസ്സിലാവുമല്ലോ, ബെസ്റ്റ് ഫ്രണ്ടിന്റെ അങ്ങനൊക്കെ. അല്ലാത്ത ആൾക്കാർ ഇടാറില്ല, എനിക്ക് പേടി. ഇനി ഞാൻ വല്ല വള്ളി കൊണ്ടുവന്നതൊക്കെ പറയാം, ഹാക്കൊക്കെ ആയാൽ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്റെ പൊന്നോ, കിട്ടുന്ന പൈസ അങ്ങനെ അങ്ങ് പോയാലോ. പക്ഷെ അഞ്ജലി നേരത്തെ അഞ്ജലിന്റെ റെഡ് ഫ്ലാഗ്സ് പറഞ്ഞല്ലോ, പല ആൾക്കാർക്കും ഇത് അവരുടെ റെഡ് ഫ്ലാഗ്സ് ആണെന്ന് പോലും അറിയാം. അങ്ങനെ വെച്ച് നോക്കുമ്പോ അഞ്ജലിക്കാര് സെൽഫ് അവയർനെസ് ഉള്ളത് വളരെ നല്ലതാണ്. എടാ എനിക്ക് അല്ലെങ്കിലും എപ്പോഴും നല്ല സെൽഫ് അവയർനെസ് ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഞാൻ എന്ത് കാണിക്കുമ്പോഴും എനിക്ക് തെറ്റായിട്ടുള്ള കാര്യം എനിക്ക് അറിയാം, ഇത് ചെയ്ത തെറ്റാണ്, എന്നാലും ഞാൻ അത് ചെയ്യും. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ജീവിതത്തിൽ നന്നാവും, എന്നാലും ചിലപ്പോ അത് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ സ്വഭാവം. എങ്ങനെ നന്നാവണം, എങ്ങനെ സക്സസ്ഫുൾ ആവണം, ഇനി എങ്ങനെ എന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്ക് ആരും അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്യില്ല, ഞാൻ നശിച്ചു പോവുള്ളൂ എന്നുള്ള രീതിയിലേ ജീവിക്കത്തുള്ളൂ. സാധിക്കുന്നില്ല.